ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനാമികയാണെങ്കിൽ എല്ലാവരുടെയും മുൻപിൽ നയനനെ ഒരുപാട് അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന് ചെറിയമ്മയും സപ്പോർട്ട് നിൽക്കുകയാണ്, ജലജയും ഒക്കെ സപ്പോർട്ട് നിൽക്കുകയാണ്. ദേവയാനിയാണെങ്കിലും മറുത്തൊരു വാക്ക് പോലും പറയുന്നില്ല. അങ്ങനെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മരുമകളായി മാറുകയാണ് കേട്ടോ അനാമിക. ഇതേ സമയത്ത് നയനയാണെങ്കിൽ എപ്പോഴും അടുക്കളയിൽ തന്നെ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നവ്യ വന്നിട്ട് പറയുന്നുണ്ട്, നീ വീട്ടിലെ വേലക്കാരിയൊന്നുമല്ല, നീ വീട്ടിലെ മൂത്ത മരുമകളാണ്, ആ ഒരു സ്ഥാനം നിനക്കുണ്ട്. ഇന്നലെ കയറി വന്നവൾ ഇവിടെ കിടന്ന് നട്ടഹസിക്കുന്നതൊക്കെ നീ കണ്ടില്ലേ? അത് പറഞ്ഞിട്ട് നീ ഇങ്ങനെ മാറി മാറി ഒഴിഞ്ഞു മാറി നിൽക്കാതെ നിൻ്റെ ഭാഗം നീ ക്ലിയർ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നയനനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നയന പറയുന്നുണ്ട്, നമ്മൾ ചെയ്യാനുള്ള ജോലികൾ നമ്മൾ തന്നെ ചെയ്യണ്ടേ? അനാമിക ഇവിടേക്ക് വരുന്നതിന് മുന്നും ഞാൻ തന്നെയായിരുന്നു ഇതെല്ലാം ചെയ്തിരുന്നത്. ഇനിയിപ്പോൾ അതിന് മാറ്റം വരുത്തേണ്ട കാര്യമില്ല. ഞാനൊട്ട് മാറ്റം വരുത്തിയാൽ ആ കുട്ടിയുടെ അടുക്കളയിൽ കയറാനും പോകുന്നില്ല. പിന്നെ എനിക്ക് എൻ്റെ മുത്തശ്ശിക്കും എൻ്റെ കുടുംബത്തിനുമൊക്കെ ആഹാരം വെച്ച് വിളമ്പുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എല്ലാവരും എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നത് കൊണ്ട് മാത്രം ഒരു വിഷമം ഉള്ളൂ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അത് നീയായിട്ട് വരുത്തി വെക്കുന്നതാണ്. നീ ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ പാവത്താനെ പോലെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിന്നാൽ ആരും നിന്നെ ഒരു വിലയും കൽപ്പിക്കില്ല. പറയാനുള്ളത് അപ്പം പറയണം. എന്നാൽ ഒരുത്തിനും തലേ കയറി നിരങ്ങാൻ വരത്തില്ല. അനാമിക പോലും. ഇനി അനാമിക എന്തെങ്കിലും ചെയ്തുകൊണ്ടോ പറഞ്ഞുകൊണ്ടോ വന്നാൽ എൻ്റെ വായിലിരിക്കുന്നത് നല്ലത് അവൾ കേൾക്കും എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ആദ്യമാണെങ്കിൽ ഓഫീസിലേക്ക് പോവുകയാണ്. നയനോട് പറഞ്ഞില്ല ഓഫീസിലേക്ക് പോകണ കാര്യമോ, അതും ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ പെട്ടെന്ന് അങ്ങ് ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഇത് കാണുന്ന നയന, അയ്യോ ആദ്യമായിട്ട് ഓഫീസിൽ പോവുകയാണെന്ന് തോന്നുന്നു, പക്ഷേ ഫുഡൊന്നും കഴിച്ചില്ലല്ലോ, ഇനി എന്താ ചെയ്യേണ്ടത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോയല്ലോ, അതെന്താ ഇത്ര പെട്ടെന്ന് പോയത്? ഇനി വല്ല അർജൻറ്റ് മീറ്റിംഗ് എന്തായാലും നേരത്തെ പറയണ്ടല്ലോ, ഒന്നും തന്നെ പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആകെ വിഷമത്തിൽ നിൽക്കായിരിക്കും. പെട്ടെന്ന് നവ്യ പറയുന്നുണ്ട്, നിനക്ക് അത്രയ്ക്ക് വിഷമമാണെങ്കിൽ നീ എന്നാൽ ഫുഡ് കൊണ്ടു കൊടുക്കുക, ചിലപ്പോൾ അർജൻറ്റ് മീറ്റിങ്ങോ എന്തെങ്കിലും കാര്യങ്ങൾ കാണും, അതായിരിക്കും ഫുഡ് കൊണ്ടുപോകാതെ പോയത്, നീ കൊണ്ടു കൊടുക്കും, മീറ്റിംഗ് കഴിയുമ്പോഴത്തേനും ആദ്യം കഴിക്കുമായിരിക്കും എന്ന് പറയാൻ കേട്ടോ. ശരിയാണ്, എന്നാൽ ഞാൻ ആദ്യമായിട്ടുള്ള ഫുഡും കൊണ്ട് പോയിട്ട് വരാം എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ ആദ്യക്കുള്ള ഫുഡുമായിട്ട് നമ്മുടെ നയന പിന്നാലെ തന്നെ പോകുന്നുണ്ട്. ഇതേ സമയത്ത് ആദ്യമാണെങ്കിൽ ആദിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശ്വേത എന്നായിരിക്കും ആ ഫ്രണ്ടിൻ്റെ പേര്. അപ്പോൾ ശ്വേതനെ ഇങ്ങനെ കാണാൻ പോയിരിക്കുകയായിരിക്കും. അങ്ങനെ ശ്വേതയാണെങ്കിൽ പറയുന്നുണ്ട്, നിന്നെ ഞാൻ എത്ര നേരം മുമ്പ് വിളിച്ചു, നീ ഇത്ര ലേറ്റ് ആയില്ലേ, നിനക്കൊരു പണിഷ്മെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ്. എനിക്ക് ഐസ്ക്രീം വേണം എന്ന് പറയാണ്. ഇപ്പോൾ ഐസ്ക്രീമോ? എനിക്കിപ്പോൾ തന്നെ വേണം, നിനക്ക് മേടിച്ചു തരാൻ പറ്റുമോ? തരാം എന്ന് പറഞ്ഞിട്ട് ആദ്യം ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിക്കാൻ കേട്ടോ. കാരണം രണ്ടുപേരും 2 ഫ്ലേവർ ആയിരിക്കും വാങ്ങിച്ചത്. അപ്പോൾ ശ്വേത പറയുന്നുണ്ട്, ഇത് തിന്ന് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ ആദിക്ക് ഇങ്ങനെ ഊട്ടി വിടുന്നുണ്ട്. ഇതേ സമയത്ത് ആദ്യം എൻ്റേത് നല്ല ടേസ്റ്റാണ്, നീ കുറച്ച് കഴിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് നമ്മുടെ നയനയാണെങ്കിൽ വഴിയിൽ വെച്ച് കാണുന്നുണ്ട്. എന്നിട്ട് ഞാനിത് എന്തായി കാണുന്നത്, ഇതാരായിരിക്കും കൂടെ ഉള്ളത്, എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ടല്ലോ, ആദ്യേട്ടനെ വിളിച്ച് ചോദിച്ചാൽ ആദ്യേട്ടൻ ദേഷ്യപ്പെടും, എന്നാലും എവിടെയാണുള്ളത് എന്ന് ചോദിച്ചു നോക്കാം എന്നിങ്ങനെ പറഞ്ഞ് ഫോൺ വിളിക്കായിരിക്കും കേട്ടോ. ആ സമയത്ത് എന്താ താൻ വിളിച്ച് എന്ന് ചോദിക്കുമ്പോൾ, അല്ല ആദ്യേട്ടൻ എവിടെയാ, അല്ല എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേന്, ഞാനിപ്പോൾ ഒരു അർജൻറ്റ് മീറ്റിങ്ങിലാണ്, താൻ എന്തിനെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം, എന്തെങ്കിലും ആവശ്യമുണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം, ശല്യപ്പെടുതല്ലോ, ഒരു മീറ്റിങ്ങിലാണ് തനിക്കറിയില്ലേ എന്നിങ്ങനെ ചോദിച്ചിട്ട് പെട്ടെന്ന് ഫോൺ വെക്കുകയാണ് കേട്ടോ. ഇത് കാണുന്ന എനിക്ക് ആകെ അങ്ങ് ഷോക്കാവുകയാണ്. കാരണം വേറൊരു ചതിയും അല്ലെങ്കിൽ വേറൊരു പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ യഥാർത്ഥ കാര്യം പറഞ്ഞേനെ. പക്ഷേ ഇതിപ്പോൾ മീറ്റിങ്ങിലാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ എന്തോ ഇതിലൊരു ചുറ്റിക്കളിയുണ്ട്. പക്ഷേ ആദ്യേട്ടനോടായിട്ടൊന്നും ചോദിക്കാനും പറ്റില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ച് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നയന. ഈ സമയത്ത് നമ്മുടെ ആദിയാണെങ്കിൽ ആദിയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തുന്ന ഒരു വക്കീൽ ഇരിപ്പുണ്ടായിരിക്കും. അങ്ങനെ ആദ്യം പിന്നെ ആ ഓഫീസിൽ ചെന്നിട്ട് വക്കീലിനോട് സംസാരിക്കുന്നൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. എങ്ങനെയെങ്കിലും ഡിവോഴ്സ് വേണം, അതിനുള്ള പേപ്പേഴ്സും എല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തരാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പം ആരുടേതാണ് എന്നൊന്നും ഇങ്ങനെ നമ്മുടെ ആദ്യം തെളിച്ച് പറയണില്ല, ഇങ്ങനൊരു ഡയലോഗ് പറയാണ്. ഇത് കേട്ടുകൊണ്ട് വരുമായിരിക്കും കേട്ടോ നയന. ഇത് കേൾക്കുന്ന നയനയുടെ ചങ്ക് പൊട്ടിപ്പോവുകയാണ്, ഹൃദയം തകർന്നു പോവുകയാണ്. ആദ്യേട്ടൻ എന്താണ് ഈ പറഞ്ഞ ഡിവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ, അവിടെ ഒരു പെൺകുട്ടിയുമായിട്ട് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ഞാൻ ചിന്തിച്ച് കൂട്ടുന്നതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടാവും, അതൊരു വെറും ഒരു ഫ്രണ്ട് മാത്രമായിരിക്കും, ഇപ്പം ഞാൻ ചോദിക്കാൻ ചെന്നാൽ എനിക്ക് സംശയമാണെന്ന് തോന്നിയാലോ, എന്താ ചെയ്യേണ്ടത്, എൻ്റെ ഭഗവാനെ എനിക്ക് ഒരു ഒത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ആ വക്കീൽ പോയതിന് ശേഷം ആദിയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് നയന. എന്നിട്ട് നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അല്ല ആദ്യേട്ടൻ എന്താ വിളിച്ചിട്ട് ഫോൺ പെട്ടെന്ന് വെച്ചത്, അതുമല്ല എന്തോ ഒരു മീറ്റിങ്ങിലാന്ന് പറഞ്ഞിട്ട്, മീറ്റിംഗ് ഉണ്ടായിരുന്നു, മീറ്റിംഗ് പെട്ടെന്ന് കഴിഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടായിപ്പോൾ വന്നത്, പുള്ളിക്കാരനെ കാണുമായിരുന്നു, സംസാരിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പതറിയ സ്വരത്തിൽ പറയാൻ കേട്ടോ. അല്ല ഞാനിവിടെ വന്നപ്പോൾ ചോദിച്ചപ്പോൾ ഇന്നിവിടെ മീറ്റിങ്ങുകളൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്,
പിന്നെ ആദ്യേട്ടൻ്റെ സംസാരത്തിൽ മനഃപൂർവ്വം എന്നെ ഒഴിവാക്കുന്നത് പോലെയും എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും സാരമില്ല, ഇത് ആദ്യേട്ടൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതല്ലേ വന്നത്, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ എന്നിട്ട് നമ്മുടെ നയനയാണെങ്കിൽ ആദിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ആദിക്കാണെങ്കിലും നല്ലൊരു മനസ്സിലും മുഖത്തുമൊക്കെ ആ ഒരു വിഷമമൊക്കെ പ്രതിഫലിക്കുന്നുണ്ട്. ഇടയ്ക്ക് നയന ഇങ്ങനെ ആദ്യം നോക്കുന്നുണ്ട്, നയന ആദീനെയും നോക്കുന്നുണ്ട്. അങ്ങനെ പരസ്പരം അവർ നോക്കുകയാണ്. എന്നിട്ട് നയന ഫുഡ് വിളമ്പി കൊടുക്കുമ്പോൾ അത് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ അവർ തമ്മിലൊന്നും തന്നെ സംസാരിക്കാതെ അങ്ങനെ ഇരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ്.